ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ആർകെനെക്സ്. മക്കളെ, NMMS എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾ കാണാൻ പോകുന്ന രണ്ട് പേപ്പറുകളാണ്, ഒന്ന് മാറ്റ്, ഒന്ന് സാറ്റ്. എന്താണ് ഈ മാറ്റ്, എന്താണ് ഈ സാറ്റ്? നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതാണ്. രണ്ടെണ്ണം നിങ്ങൾ കേൾക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇതിൽ ഏത് പഠിച്ചാലാണ് പെട്ടെന്ന് NMMS ക്രാക്ക് ചെയ്യാൻ പറ്റുക? കൂടുതൽ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ് വരിക? എന്താണ് ഈ മാറ്റ്, എന്താണ് ഈ സാറ്റ്? പേരിലാകെ 3 ലെറ്റർ വരുന്നേ ഉള്ളെങ്കിലും ഇതിന്റെ അകത്ത് എന്തുമാത്രം ചോദ്യങ്ങൾ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് നോക്കാം. മാറ്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. അപ്പൊ സാറ്റോ, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പേര് പഠിക്കല്ലല്ലോ നമുക്ക് വേണ്ടത്, അതിന്റെ അകത്ത് എന്താണ്, ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കുക? ഒരു സ്കോളർഷിപ്പ് എക്സാം ആവുന്ന സമയത്ത് നോർമലി നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ആകെ 90 ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്. 90 എണ്ണം. അങ്ങനെയാണെങ്കിൽ സാറ്റിൽ നിന്നും അത്രയും ചോദ്യങ്ങൾ തന്നെ ചോദിക്കും. പക്ഷെ അത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, സാറ്റ് അതിന്റെ അകത്ത് കുറെ ഡിവൈഡ് ചെയ്ത് പല ഭാഗങ്ങളായിട്ടാണ് ഉണ്ടാവുക. മാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് മാത്രം, ഒരൊറ്റ പേപ്പറിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് 90 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മറ്റേത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 90 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നും എന്താ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. റെഡി? ഫസ്റ്റ് വൺ, മെന്റൽ എബിലിറ്റി ടെസ്റ്റ് അഥവാ മാനസിക ശേഷി പരീക്ഷ. എന്താണ് ഈ സംഭവം, മാനസിക ശേഷി പരീക്ഷ? ഇതിൽ കുറെ ഭാഗങ്ങൾ ഉണ്ടാവും, സബ് ആയിട്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, അനലോഗി എന്ന് പറയുന്ന ഭാഗം, അതായത് സമാനമായ ബന്ധങ്ങൾ കണ്ടെത്തുക. പേരിൽ തന്നെ ആൻസർ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ പാറ്റേൺ ഒക്കെ ചെയ്ത് പരിചയം ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ നോക്കിയാ, കണ്ണ് കാഴ്ച. ഇനി അപ്പുറത്ത് ചെവി നേടി വെച്ചിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ തന്ന ആ ഒരു റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട്, കണ്ണിന് കാഴ്ചയാണെങ്കിൽ ചെവി എന്തിനുള്ളതാണ്? കേൾക്കാനുള്ളതല്ലേ അല്ലേ? അങ്ങനെ നമുക്ക് ആ റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ട് എഴുതാൻ പറ്റുന്ന നമ്മുടെ മെന്റൽ എബിലിറ്റി അവർ ടെസ്റ്റ് ചെയ്യാണ്. ഇത് ഒരു ടൈപ്പ് എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇത്രയും സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്, വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഭാഗങ്ങൾ കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന ഭാഗം. പിന്നെ നമ്പർ സീരീസ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക, കോഡിംഗ്, ഡീകോഡിംഗ്, ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി മിറർ ഇമേജ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണേ. പ്രതിബിംബം, മിറർ ഇമേജ്, അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്നത് ക്രമീകരിക്കുക. ഇങ്ങനെ പല ടൈപ്പായിട്ട് നിങ്ങളെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാം. ഇതിന് പുറമെ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ്, കുറെ ചിത്രങ്ങൾ തന്നിട്ട് ഇതിൽ എത്ര റെക്ടാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എണ്ണി കണ്ടുപിടിക്കാം. അങ്ങനെ കുറച്ച് രസകരമായ ചോദ്യങ്ങൾ. കലണ്ടർ പ്രോബ്ലംസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 1996 ജനുവരി 30 ഏത് ആഴ്ചയായിരിക്കും? തിങ്കളാണോ, ചൊവ്വയാണോ, ബുധനാണോ? ഈ രീതിയിലൊക്കെയുള്ള വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന അങ്ങനെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആണ് മാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്താൽ 90 മാർക്കും നമുക്ക് അതിൽ നിന്നും സ്കോർ ചെയ്യാം. ആ 90 മാർക്ക് ഈ ഒറ്റ ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ ഒറ്റ സെക്ഷൻ ആണ്. നിങ്ങൾക്ക് NMMS നിങ്ങൾക്ക് വേണോ? മാറ്റ് നിങ്ങൾ സൂപ്പർ ആയിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് രണ്ടാമത്തെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇനി വരാനുള്ളത് സാറ്റ് എന്ന് പറയുന്ന ഭാഗം. അത് നിങ്ങളുടെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അക്കാദമിക ശേഷി പരീക്ഷ എന്ന് പറയും. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സാണ് നോക്കേണ്ടത്? 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സിലെയും സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ഈ 3 സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. മക്കളെ നോക്കണേ, ഏതൊക്കെ നമുക്ക് ഒന്ന് 1 by 1 ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ, അത് ചോദിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ, കേരള സംസ്ഥാന സിലബസിലെ പ്രധാന ആശയങ്ങളെ അടിസ്ഥാന പാഠങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾ 7ാം ക്ലാസ് പഠിച്ച ബുക്കുകളൊക്കെ തൂക്കി വിറ്റിട്ടില്ലല്ലോ, വീട്ടിലുണ്ടാവില്ലേ? ഒക്കെ ഒന്ന് പൊടി തട്ടി എടുത്തോളുക. 7ാം ക്ലാസ് പഠിച്ചത് മുഴുവൻ നമ്മൾക്ക് ആവശ്യമുണ്ട് NMMS എക്സാമിന്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. നിങ്ങളെ സിലബസ് ബേസ് ചെയ്ത് തന്നെയാണ് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരിക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. 90 മാർക്കാണ് ഉണ്ടാവുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓരോ ചോദ്യം നിങ്ങൾ ശരിയാക്കിയാൽ ഓരോ മാർക്ക് വീതം കിട്ടും. തെറ്റിച്ചാൽ മാർക്ക് പോവോ? മൈനസ് മാർക്ക്, നെഗറ്റീവ് മാർക്ക് പരിപാടി NMMS എക്സാമിന് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ലോജിക് ആയിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏകദേശം ശരിയാണെന്ന് തോന്നുന്ന ആൻസർ നിങ്ങൾ ബബിൾ ചെയ്യണം. നെഗറ്റീവ് മാർക്കിന്റെ പ്രശ്നങ്ങൾ ഇല്ല കേട്ടോ. കുറച്ച് നിങ്ങൾ ഐഡിയ ഒക്കെ ഉപയോഗിക്കണം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും, ഇതാണ് അതിന്റെ ആൻസർ. നോക്കാം അതിൽ ഏതൊക്കെ ഭാഗത്താണ്, എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 90 മാർക്കിൽ സയൻസിൽ നിന്ന് 35 മാർക്കിന് ചോദിക്കും മക്കളെ. 35 മാർക്ക് സയൻസ്. ഈ സയൻസ് എന്ന് പറഞ്ഞാല് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ 35 മാർക്കാണ്. ഒരൊറ്റ സബ്ജക്റ്റിന് 35 ആണെന്ന് വിചാരിക്കരുത്. 3 ആളും കൂടെ 35.
എന്നാൽ സോഷ്യൽ അങ്ങനെയല്ല. സോഷ്യൽ സയൻസ് മാത്രം നിങ്ങൾക്ക് 35 മാർക്കിന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നല്ല വൃത്തിക്ക് പഠിച്ചുള്ള സോഷ്യലിന് മാത്രം 35 മാർക്ക്, അതേപോലെ സയൻസ് മൂന്നും കൂടെ 35, മാത്സ് മാത്രം മാത്തമാറ്റിക്സ് മാത്രം 20 മാർക്ക്. ഈ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ക്ലാസ്സുകളിൽ പഠിക്കുന്ന 7ലും 8ലും പഠിച്ച മാത്സ്. മറ്റേത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, അതും ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല് തന്നെയാണ്. അത് 90 മാർക്ക് വേറെ ഉണ്ട്. അതിന് പുറമെ മാത്സ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന മാത്സ് 20 മാർക്കിന് വരാനുണ്ട്. അങ്ങനെ 90 മാർക്ക്. 90 180 മാർക്കിനാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. 2 പേപ്പർ, എന്താണ് മാറ്റ്, എന്താണ് സെറ്റ്, രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. സ്കോളർഷിപ്പ് നമുക്ക് നേടണമെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് രണ്ടും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. എസ്പെഷ്യലി നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, എങ്ങനെ ഉണ്ടാവണം, വിജയത്തിലേക്കുള്ള വഴി നമുക്കതല്ലേ വേണ്ടത്. എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഒരു മടിയും കൂടാതെ ദിവസേന പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാറ്റിന് വേണ്ടി മാറ്റി വെക്കുക. അത് 90 മാർക്ക് ഒരൊറ്റ ടോപ്പിക് അല്ലെങ്കിൽ ഒറ്റ പേപ്പർ ആണ്. അത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അത്രയും സമയം മാറ്റി വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് എക്സാം ആണെങ്കിലും, അതിപ്പോ NMMS എന്നല്ല, നിങ്ങൾ എന്തൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുകയാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സോ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തിട്ട് അത് ഓരോന്ന് ചെയ്ത് പഠിച്ചിട്ട് അങ്ങനെയല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ടൈം വെച്ചിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാം. ഇത്ര സമയം ഒരു എക്സാം പോലെ നിങ്ങൾ ആ ഒരു പ്രഷറിൽ എഴുതി പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്തും ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. ടൈം വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും സെറ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഒക്കെ നിങ്ങൾ അങ്ങനെ തന്നെ ഒരു എക്സാം എഴുതുന്ന പോലെ വീട്ടിൽ നിന്നാണെങ്കിലും നിങ്ങൾ പറയാം, ഞാൻ ഇത് കോപ്പി അടിച്ച് എഴുതൂല, ഇതൊരു പരീക്ഷ പോലെ ഞാൻ ടൈം വെച്ച് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കും. ആ ഒരു ലെവലിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ പാഠപുസ്തക വായന നമ്മൾ പറഞ്ഞു 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും, അത് വിട്ടൊരു കളിയില്ല. 7ാം ക്ലാസ് കംപ്ലീറ്റ്, 8ാം ക്ലാസ് കംപ്ലീറ്റ്, സയൻസും മാത്സും സോഷ്യലൂടോ, അത് ഒഴിവാക്കരുത്. പിന്നെ നല്ല വൃത്തിയിൽ എല്ലാ ദിവസവും ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതാണോ ടഫ് ടോപ്പിക് അതിന് കൂടുതൽ ടൈം ഒക്കെ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആയിരിക്കുമല്ലോ, ചില ആളുകൾക്ക് പല സബ്ജക്റ്റിലെ ടഫ് ഉണ്ടാവുക. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതി മനസ്സിലാക്കി അതിന് കൂടുതൽ മാർക്കിന് വേണ്ടി കൂടുതൽ സമയം അതിന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, RK ജൂനിയർ മക്കളെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ NMMS നമുക്ക് ക്രാക്ക് ചെയ്തിരിക്കണം. നമ്മുടെ ഫുൾ ടീം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമായിട്ട് ക്വസ്റ്റ്യൻസും ലൈവും വീഡിയോസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒന്ന് നോക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഞങ്ങളെ കൂടെ കൂടുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും 8ാം ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. നമുക്ക് ഒരുമിച്ച് ഇത്തവണത്തെ NMMS ക്രാക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇന്നത്തേക്ക് ഇത്രയും. ബൈ ബൈ, സീ യു, ടാറ്റാ.